ഞാൻ ഇവരുടെ മേലോട്ട് കയറി പോവാ. ആ പ്രേതത്തെ കണ്ട സ്ഥലത്തേക്ക് പോകുന്നു. ഓടി കയറി ഒന്ന് സ്പീഡിൽ പോ. അവിടെ കണ്ടേ നോക്കി ആ സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷെ മിണ്ടല്ലേ, താഴോട്ട് മാറും. ജസ്റ്റ് അനങ്ങല്ലേ. ആ മിണ്ടില്ല, അങ്ങോട്ടോ അവിടെ ഉണ്ടല്ലേ. മുടി അയച്ചിട്ട് ഒരു സാരി കൊടുത്ത ഒരു മുഖം വ്യക്തമൊന്നുമല്ല. മുഖം വ്യക്തമല്ലെന്നാ പറയുന്നത്. അവരെല്ലാം പേടിച്ച് നിൽക്കുന്നുണ്ട്. പയ്യന്മാർ ഇത്രയും വലിയ ആരോഗ്യമുള്ള പയ്യന്മാരെല്ലാം പേടിച്ച് നിൽക്കും. ചിലങ്കയാണെങ്കിൽ ഇത് ഈ ബാക്ക് വഴി കൂടെ ഓടി നടക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. മോള് കേട്ടിട്ടുണ്ടോ? എത്ര മണിക്ക്? രാത്രിയില്ല പോയി കിടന്ന നേരം തൊട്ട് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ നന്ദിയാർ വട്ടത്തിന്റെ അടുത്ത് ഒരു സാരി കൊടുത്ത് ഒരു പെങ്കൊച്ച് നിൽക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ പേടിച്ച് അങ്ങനെ ആശുപത്രിയിലൊക്കെ ആയി. പ്രേതം ഉണ്ടോ ഇല്ലയോ അല്ലേ? വല്ലാത്തൊരു ചോദ്യമാണ്. മനുഷ്യൻ ഉണ്ടായ നാൾ മുതലുള്ള ചോദ്യമാണ് പ്രേതം ഉണ്ടോ ഇല്ലയോ. ഞാൻ പറയുന്നത് പ്രേതം ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ചത്തവൻ്റെ ആത്മാവ് ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന യാതൊരു സംശയത്തെ. ഞാൻ നിൽക്കുന്നത് ഒരു വലിയ കോളനിയിലാണ്. ദുരൂഹ മരണങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള, തൂങ്ങിച്ചത്തിട്ടുണ്ട്, വിഷമടിച്ചിട്ടുണ്ട്, കുത്തിക്കൊന്നിട്ടുണ്ട്. അങ്ങനെ ദുരൂഹ മരണങ്ങളെല്ലാം തകർത്തു വരി നടന്ന ഒരു കോളനി, സുനാമി കോളനി. ഇവിടെ ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം പേടിച്ച് വീട്ടിൽ ഇറങ്ങിയേക്കുക. അല്ല ഒരൊറ്റ എണ്ണം വീട്ടിനകത്തില്ല. കുറേ എണ്ണം പനിച്ച് കിടപ്പുണ്ട്, കുറേ എണ്ണം ആശുപത്രി കിടപ്പുണ്ട്. എല്ലാം വലിയ തീവ്രമായിട്ടുള്ള വിഷയമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ട് പേടി ഇത്രയും വലിയ ഇയാൾ വരെ ഞെട്ടിയിരിക്കുവാണ് അല്ലേ? സത്യമാണോ? ഇല്ല. പേടിയില്ലയോ? ഇല്ല, പേടിയില്ല. അല്ല പേടി ഇത് അന്വേഷിച്ച് ഇറങ്ങിയിട്ടില്ല ഒരു ദിവസം? നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടില്ല. രണ്ടും കൽപ്പിച്ച് ഇയാൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടവർ ഒരുപാട് പേരില്ലേ? ഉണ്ടോ ഇല്ലയോ? ചിലവരെ കണ്ടിട്ടുണ്ടോ? കണ്ടോ? എന്ത് പേടിക്കുന്ന? ഇത്ര വലിയ ആചാരമാകുമല്ലോ. എന്ത് പേടിക്കുന്ന? എന്താ പ്രേത പേടിയുണ്ടോ? ഇല്ല. പിന്നെ അല്ല ഇവരെല്ലാം പേടിച്ചിരിക്കുമല്ലേ? ആണോ ഇല്ലയോ? കണ്ടവരുണ്ടോ ഇവിടെ? കണ്ടവരുണ്ടെന്ന് പുള്ളി തന്നെ പറയും. പുള്ളി തന്നെ പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും കണ്ടവരുണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാർ മുടി ഇതിനകത്തെല്ലാം നിറച്ച് കണ്ണുകൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഭയഭക്തി അല്ലെങ്കിൽ പേടിയോടൊക്കെയാണ് നോക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് ചെറുപ്പക്കാരുള്ള കോളനിയാണ്. ചേച്ചി ഇത് സത്യമാണ്? ഇത് പ്രേതം ഉണ്ടോ? ഇവിടെ ഇറങ്ങിയിരുന്നോ? ഉണ്ടോ? എവിടെ അവസരം ഉണ്ടോ? ഇവിടെ ഒന്ന് കാണിക്കൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ വരാൻ പറ്റും? ആരെങ്കിലും ഉണ്ടോ? പ്രേതത്തെ കണ്ട അവസരം ഇനി വാടാ. നീ ചോദിക്കട്ടെ എന്തി മോനെ എവിടെയാണ് നീ കണ്ടത്? കണ്ട സ്ഥലം കാണിക്കും. വന്നേ ബാ എന്ന് കാണിച്ചേ. ഞാൻ ഇവരുടെ മേലോട്ട് കയറി പോവാ. ആ പ്രേതത്തെ കണ്ട സ്ഥലത്തേക്ക് പോകുന്നു. ഓടി കയറി ഒന്ന് സ്പീഡിൽ പോ. പ്രേതം കണ്ട് ആ സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. പിന്നെ കാണിച്ച് നീ എങ്ങനെ കണ്ടത്? എങ്ങനെയാ? രാത്രി ഇവിടെ വന്നപ്പോഴേ മോളിലെങ്ങാണ്ട് നിന്ന് കണ്ടായിരുന്നു. രാത്രി മുടി അടിച്ചിട്ടേ അങ്ങനെ കണ്ട് അന്നേരം പേടിച്ചോടിയോ? എവിടേക്കായിരുന്നു പ്രേതം? ഇവിടെ കണ്ടായിരുന്നു വന്നതേ. അല്ല എവിടെ നിന്ന് പ്രേതം? എവിടെ നിന്ന്? നീ എവിടെ വെച്ചാ കണ്ടത്? അപ്പൊ നീ കണ്ടായിരുന്നോ? എന്ത് രൂപം എങ്ങനായിരുന്നു? മുടി അടിച്ചിട്ടിരിക്കും. പിന്നെ മുടി അടിച്ചിട്ട് മൊത്തം ഏറ്റെല്ലാം കയറി അത്രയും പേടി നീ ഓടി, ജീവൻ കൊണ്ട് ഓടി. മേളിൽ നിൽക്കുവായിരുന്നോ പ്രേതം? അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മേളിലോട്ട് പോവാം. മേളിൽ കാണിക്കും. ഓട്. മേളിലൊക്കെ കണ്ടേക്കുന്നുണ്ട്. ഒത്തിരി ഇത് ഒരുപാട് വീടുകളുള്ള ഒരു വലിയൊരു ഫ്ലാറ്റാണിത്. സുനാമി ഫ്ലാറ്റ്. കാര്യം സുനാമി സമയത്ത് ഒരുപാട് പേരെ പാർപ്പിച്ചേക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതിന്റെ മേളിലേക്ക് വലിച്ചു കയറിയാണ്. കൊച്ചു പിള്ളേരൊക്കെ എൻ്റെ പുറകിൽ തന്നെ വരികയാണ്. ഇവിടെയാണ് ആ പ്രേതം നിൽക്കുന്നത് അല്ലേ? ഇവിടെ നിന്നായിരുന്നോ? അപ്പൊ ഇങ്ങനെ രാത്രി ഒരു 12 മണി കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഇങ്ങനെ താഴോട്ട് നോക്കും. താഴോട്ട് ആ സ്ത്രീകളെല്ലാം ഇങ്ങനെ എത്തി നോക്കും. ചേച്ചി ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് സാധാരണ? ഇങ്ങനെ പഠിപ്പിക്കുന്നേ? അല്ല, ഞാൻ കണ്ടത് നന്ദിയാർ വട്ടത്തിന്റെ അടുത്ത് വെച്ചാ കണ്ടേക്കുന്നത്. ചിലർ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ വന്ന് ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് നിൽക്കുവോ? ഇതിന് രൂപ എങ്ങനെയുള്ളതാ? മുടി അയച്ചിട്ട് ഒരു സാരി കൊടുത്ത ഒരു മുഖം വ്യക്തമൊന്നുമല്ല. മുഖം വ്യക്തമല്ലെന്നാ പറയുന്നത്. അവരെല്ലാം പേടിച്ച് നിൽക്കുന്നുണ്ട്. പയ്യന്മാർ ഇത്രയും വലിയ ആരോഗ്യമുള്ള പയ്യന്മാരെല്ലാം പേടിച്ച് നിൽക്കുന്നുണ്ട്. പ്രേതത്തെ കണ്ട് പലർക്കും വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും ഭീകരാവസ്ഥയാണ്. ഒരു രാത്രി ഒരു 12-1 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രേതം ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് പല്ലൊക്കെ തെള്ളി ഇങ്ങനെ എനിക്ക് താപ്പോട്ട് നോക്കിയിട്ട് അവരൊക്കെ ചേച്ചിയൊക്കെ നോക്കിയിരിക്കുവാണ്. എന്തായാലും ഞാൻ അവിടെ അങ്ങോട്ട് വരട്ടെ? പോവല്ലേ? ഇതേ പേടിച്ച പലരെ ഇത് ഭയക്കാൻ പറയാൻ മടിക്കുവാണ്. ഇത് സത്യമാണോ ഇല്ലെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇതിൻ്റെ പിറകിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി യഥാർത്ഥ പ്രേതമാണോ ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ആ പേടിച്ചിരിക്കുന്ന ചേച്ചിമാരുടെ ഒന്ന് തിരിച്ചു പോവാം. വാ, എല്ലാം പേടിച്ച് നിൽക്കുക കേട്ടോ. ഇതുവഴി ഇങ്ങനെ ഓടും. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓടി താപ്പോട്ട് ഇങ്ങനെ ചെല്ലും. അപ്പോൾ ഞാൻ ആ പ്രേതം നിന്ന സ്ഥലമൊക്കെ പോയി കണ്ടു കേട്ടോ. ഇത്രയും പേടിപ്പെടുന്ന അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലേ? എനിക്കിപ്പോഴും വിശ്വസിക്കുന്നില്ല. പ്രേതമൊക്കെ ഉണ്ടോ ഈ വന്ന കാലത്ത്? ഉണ്ടോ? പറ. ദൈവം ഉണ്ടെങ്കിൽ പ്രേതവും ഉണ്ട്. അപ്പൊ ചേച്ചി ഉറപ്പിച്ച് പറയണ പ്രേതം ഉണ്ടെന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണ്. കാരണം ഞാൻ അത്രയും അനുഭവിച്ചു. കണ്ട കാര്യം പറ. ഞാൻ ഒരു ചൊവ്വാഴ്ച ഇതേക്കണക്ക് ഈ വീട്ടിൽ മീൻ മേടിക്കാൻ ഞാൻ എല്ലാം മരണയാണ്. അങ്ങനെ ഒരു ചൊവ്വാഴ്ച സ്കൂളിലും ജോലിയും കഴിഞ്ഞ് ഇതേക്കണക്ക് ഒരു 5:30 ആയപ്പോൾ ഞാൻ മീൻ പേടിക്കാൻ ഇവിടെ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ നന്ദിയാർ വട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനും വയ്യ, എനിക്ക് വീട്ടിലോട്ട് ചെല്ലാനും വയ്യ. അന്നേരം തൊട്ട് എനിക്ക് വയ്യായിക. അങ്ങനെ ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്ന് പോയി കിടന്ന നേരം തൊട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ നന്ദിയാർ വട്ടത്തിന്റെ അടുത്ത് ഒരു സാരി കൊടുത്ത് ഒരു പെങ്കൊച്ച് നിൽക്കുന്നു. തോന്നലാണോ? സത്യമാണോ? സത്യമാണ്. അങ്ങനെ ഞാൻ പിന്നെ പേടിച്ച് അങ്ങനെ ആശുപത്രിയിലൊക്കെ ആയി. എല്ലാവരും ചോദിച്ചു എന്താ
പേടിച്ച് കിടന്ന് ആശുപത്രിയിൽ 2 ആഴ്ച വരെ കിടന്നു. പിന്നെ ഇപ്പൊ ഇച്ചിരി ഇത് നിൽക്കുന്നതാണ്. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ ദുരൂഹമായിട്ട് അല്ലേ? ഒരുപാട് പേര് ദുരൂഹ മരിച്ചിട്ടില്ലേ? തൂങ്ങി മരണമൊക്കെ തൂങ്ങി മരണമുണ്ട്. പിന്നെ പിന്നെ അല്ലാതെ കായലില് അല്ലേ ചേച്ചി ട്രെയിനിന്റെ അടിപ്പെട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മാക്കളുണ്ടല്ലേ? അപ്പൊ അതെല്ലാം കറങ്ങി കിടക്കുന്നതായിരിക്കും വിചാരിക്കുന്നുണ്ടോ? ആയിരിക്കണം. ഈ കാരണം രാത്രി ഞങ്ങൾ കിടക്കുക, ഞങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോൾ തന്നെ ചെലങ്കി കെട്ടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നേരിട്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ. സത്യമാണോ? നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ഞാൻ മോളെന്ത് മോളെ കള്ളം പറയരുത്. ആണ് ചിലങ്കയാണെങ്കിൽ ഇത് ഈ ബാക്ക് വഴി കൂടെ ഓടി നടക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. മോള് കേട്ടിട്ടുണ്ടോ? എത്ര മണിക്ക്? രാത്രിയില്ല 11. അപ്പൊ മോളെന്തിനാ പുറത്തിറങ്ങുന്നേ? ഞാൻ പുറത്തിറങ്ങിയില്ല, ഞങ്ങൾ അകത്തിരിക്കും. ചിലങ്കയുടെ ശബ്ദം കേട്ടോ? ചിലും ചിലും അങ്ങനെ കേട്ടോ? എങ്ങനെ കേട്ടത്? രാത്രി പല്ലൊക്കെ തെള്ളി അങ്ങനെ രൂപത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പേടിയുണ്ടോ പ്രേതത്തെ കാണാൻ? പേടിയുണ്ട്. അപ്പൊ അതിനുശേഷം ആരും പുറത്തിറങ്ങത്തില്ലേ? ആരും ഇറങ്ങത്തില്ല. അപ്പൊ ഈ ഗ്രാമക്കാര് മുഴുവൻ മോനെ ഇങ്ങനെ ചോദിക്കട്ടെ, നീ ഒന്ന് ചോദിക്കട്ടെ. കുഞ്ഞു ചേർക്കൻ ഇവരുടെയൊക്കെ മോൻ കണ്ടോണ്ടാ? കണ്ടൊരു കുഞ്ഞ് ഇച്ചിരി കൊണ്ട് ഒരു കുഞ്ഞൊരു പുഴുവിന്റെ അത്രേ ഉള്ളൂ. അതും കണ്ടെന്ന് മോനെ കണ്ടോ? വെള്ള സാരിട്ടുണ്ട്, ഉടുപ്പ് എന്തുവാ വെള്ള സാരിട്ടുണ്ട്, മുടിയൊക്കെ താത്തിട്ട് നേരി ഇങ്ങോട്ട് നോക്കി നിന്ന്. നീ ഏത് സീരിയലാണ് കണ്ടത്? സീരിയല്ലാന്നോ? വൈകിട്ടത്തെ ടി വിക്ക് കൂടെ നോക്കി. മോൻ ജെല്ലക്കൂടെ നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്തുവാ? ഒരു വെള്ള സാരി ഇട്ടുണ്ട്, മുടി താത്തിട്ടുണ്ട്, നേരെ നോക്കിയിരിക്കുന്നു. മോന് പനി പിടിച്ചു വന്നിട്ട്? ഒന്നുമില്ല. എന്നിട്ട് മോൻ കുറെ നേരം നോക്കിയെന്നോ? മോനെ നോക്കിയിട്ട് എന്തോ പറഞ്ഞു പ്രേതം? എന്നെ ഒന്നും നോക്കിയില്ല, എന്നെ നോക്കാതെ നേരെ നോക്കി നിന്നു. എന്റെ ദൈവം, കണ്ടോ? ഇവൻ വരെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇവന് പഴയ ഉത്സാഹമൊന്നുമില്ല അല്ലയോ? പിള്ളേരെല്ലാം പേടിച്ചിരിക്കുവോ? വരത്തില്ല. ആണോ? പറഞ്ഞോ. പിള്ളേരുടെ അനുഭവം അതൊക്കെ തന്നെയല്ലേ. ഇനി ആരെങ്കിലും പെൺവേഷം കെട്ടി ആൺവേഷം കെട്ടി ഇറങ്ങിയതായിരിക്കാമോ? അങ്ങനെ സംശയമില്ല. അങ്ങനെ ആര് വരാനാ? നിങ്ങളിത് പേടിപ്പിക്കണം. എന്തായാലും ഇവിടെ ഒരുപാട് ദുരൂഹം മരണ സ്ഥലം. അങ്ങനാണെങ്കിൽ ഞങ്ങൾ ഈ 1-ാം ബ്ലോക്കിൽ കിടക്കുന്നവരെ മാത്രം എങ്ങനെ ഫോഴ്സ് ചെയ്ത് വന്നാ പോരെ? മറ്റുള്ളവരെയും കൂടി ഇത് പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പോ കൂടുതലും വ്യക്തികളല്ല. കാരണം നമുക്ക് സേഫായിട്ട് ഇവിടുത്തെ ചേട്ടന്മാരായാലും അപ്പച്ചന്മാരായാലും രാത്രി ഒരു 1 മണിക്ക് ശേഷം ആ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ മറികടന്ന് എന്തായാലും ഒരു വ്യക്തി ഇവിടെ വന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല. വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലത്ത്. അതെ അതെ അതെ. പൂട്ടിളക്കാൻ പറ്റത്തില്ല രാത്രിയായി കഴിഞ്ഞാൽ. അന്നേരം പുറത്തുള്ളവരാവത്തില്ല. അത് ഭയങ്കര അതെ അതെ അത് ഭയങ്കരം തന്നെയാണ്. അത് നമുക്കൊരു പേടി തന്നെയാണ്. പട്ടി വരുമ്പോ തന്നെ നമുക്കറിയാം അതെ അതെ. എന്തായാലും ഈ ഭൂമിയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്. ഇന്നലെ കണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ഒന്നും കണ്ടില്ല. സൗണ്ട് കേട്ടോ? ഇല്ല, ഇവിടെ പട്ടി ഉളവിടുന്ന സൗണ്ട് കേൾക്കുന്ന കാര്യം പറഞ്ഞതാ. അപ്പൊ ഇവിടെ ചെറുപ്പക്കാരെല്ലാം അതിൽ തന്നെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഇത്രയും ചെറുപ്പക്കാരൻ്റെ അടുത്ത് പിടിച്ചൂടെ ഈ പ്രയോഗത്തെ? അല്ലെങ്കിൽ കണ്ടുപിടിച്ചൂടെ? നിങ്ങൾ പോവാന്നോ? താമസം മാറുന്നോ? എന്ത് അങ്ങനെ പോരുത്. ഇതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കേണ്ട കേസല്ലേ ഇത്? ചിലപ്പോൾ ആ പ്രേതം ഈ കൂട്ടത്തിൽ എവിടെ ഒന്ന് ചിരിക്കുമായിരിക്കും നമ്മളെ കണ്ടിട്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ല വേഷമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇടാ പന്നമാരെ നിങ്ങളെ പറ്റിച്ചെന്ന് പറഞ്ഞ് ചിരിക്കുമായിരിക്കും അല്ലേ? നമ്മൾ സത്യമാണോ? അത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സീരിയലൊക്കെ കാണുന്നത് അതുപോലെ ആണ്. തോന്നലാണോ? ഇല്ല അല്ല, ഒറിജിനലാണ് എന്നാ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് പൊളിച്ചെടുക്കേണ്ട സമയമായി. എന്തായാലും നമുക്ക് രാത്രി മുഴുവൻ ചിലവിട്ട് പ്രേതം ഉണ്ടോ ഇല്ല നമുക്ക് തെളിയിക്കണം അല്ലേ? അപ്പം അപ്പൊ ഞങ്ങളുടെ ദൗത്യമായിട്ട് എടുക്കാൻ പോവുകയാണ്. നമുക്കും ഉണ്ട് പെൺമക്കളും, നമുക്കുണ്ട് മക്കളും ഉണ്ട്. കാരണം അവരുടെ ഒരു ഭാവിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ മേളിൽ കയറാതിരിക്കുകയോ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങാതിരിക്കുകയോ നമുക്ക് പറ്റത്തില്ല. എപ്പോഴും നമുക്ക് റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇപ്പൊ മോളായാലും കണ്ടെന്ന് നമുക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മാനസികത. എന്തായാലും ഞങ്ങൾ നമ്മുടെ ചാനൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ഫ്ലാറ്റിന്റെ പേരെന്തോ? സ്നേഹതീരം സുനാമി ഫ്ലാറ്റിൽ പ്രേതം ഉണ്ടെന്നാണ് ഈ താമസക്കാരെല്ലാം പറയുന്നത്. പലരും പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ട്, പലരും ആശുപത്രിയിലാണ്. കുട്ടികൾക്കെല്ലാം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അല്ലേ? കുട്ടികളെല്ലാം വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരും. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, അതോ മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രേതമാണോ, അതോ ഒറിജിനൽ പ്രേതം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? അറിയാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് സമാധാനം കാണത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ? സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതെന്തോ പ്രേതത്തെ പറ്റി പറയുന്നോ? പിന്നെ മോള് പ്രേതത്തെ കണ്ടോ? ഇല്ല. പ്രേതത്തെ പറ്റിയുള്ള കാഴ്ചകളും സംസാരമാണ് എല്ലായിടത്തും അല്ലേ? അപ്പോൾ പിള്ളേരാണ് ഇത് കൂടുതൽ കണ്ടേക്കുന്നത്.
ഈ പാവം പിടിച്ച സ്ത്രീയൊക്കെ ചേച്ചിയൊക്കെ ഇവിടെ വിട്ട് പോകുകയെന്ന് പറയുന്നത് അല്ലേ? പോകേണ്ട കാര്യമില്ല, നമുക്ക് തെളിയിച്ചല്ലേ പറ്റൂ. തെളിയിക്കണം പിന്നെ, അല്ലേ? വേറെ മക്കളൊക്കെ ഉണ്ട്. ഉള്ളതല്ലേ ഇവിടെ. അപ്പൊ ഇങ്ങനെ പോയിട്ട് നമുക്ക് ഒരു സംശയമായിട്ട് പോയിട്ട് കാര്യമില്ല, ഇതുണ്ടോ ഇല്ലെന്ന് തെളിയിക്കണം അല്ലേ? എന്നാലും സമാധാനമുള്ളൂ. ആണുങ്ങളെ ഞങ്ങൾ 6 മണി 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ അതിനുശേഷം പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. കാരണം ഞങ്ങൾക്ക് പേടിയാ. കാരണം ഇനി വല്ലതും വന്നു പോയാൽ, കാരണം ചത്ത് ജീവിച്ച് വന്നതാ പേടിച്ച്, ഇനി വല്ലതും വന്നു പോയാൽ പേടി. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങാറില്ല 7 മണിക്ക് ശേഷം. ഓരോടോ പേടിയാ ഞങ്ങൾക്ക്. പലരും പക്ഷെ മടിക്കുന്നുണ്ടല്ലോ. ഈ വന്ന കാലത്ത് പ്രേതം ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ആശയ സംവേദം നടക്കുകയാണ്. അതുകൊണ്ട് പലരും പറയുന്നില്ല അല്ലേ? പലർക്കും പേടിയാണ്. ഇപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ പലരും ക്യാമറയിൽ നിന്ന് ഓടി ഒളിക്കുവാണ് അല്ലേ? ഇനി നാണക്കേടാവും, പുറത്ത് കഴിഞ്ഞ് എന്തൊക്കെയാന്നുള്ള ചിന്തയിൽ പലരും പറയുന്നില്ല. പക്ഷെ നിങ്ങളെ പോലെയുള്ള വിദ്യാസമ്പന്ന ആൾക്കാർ പോലും വിചാരിക്കുകയാണ് പ്രേതം ഉണ്ടെന്ന്. ഞാനിപ്പം എന്റെ ജോലി അവിടെ അഞ്ഞിട്ട് പോലും എവിടെയായിരുന്നു ജോലി? എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ അഞ്ഞിട്ട് പോലും ഈ കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ്, ഇതിനു വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം അത് എന്റെ കൂടി ആവശ്യമാണ്. നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഭയം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇല്ലാതാക്കണം. പ്രേതം ഉണ്ടോ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന ആ ഒരു രീതി അത് മാറ്റണം. അത് മറ്റുള്ളവർക്ക് നമ്മൾ തെളിയിക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താന്നുള്ള കണ്ടെത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇതാണ് മൊത്തത്തിൽ പറയുന്നത്. ഇതാണ് എന്തായാലും ഇവരെ പേടിപ്പെടുന്ന ഒരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ദുരൂഹ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ദുരൂഹ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാക്കൾ കറങ്ങി നടക്കും, അത് പ്രേതമായിട്ട് മാറും എന്നൊക്കെയുള്ള ചിന്ത ഈ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ പല ആൾക്കാരും ബാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗമാണോ പേടിയെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു വിദഗ്ധനായ പ്രേതം ഈ ഗ്രാമത്തിൽ എവിടെയോ കറങ്ങി നടപ്പുണ്ട്, വേഷം കെട്ടിയിട്ട്. അതൊരു മനുഷ്യനാകാം. എന്തായാലും അത് തെളിയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഈ കുട്ടികളുടെ ഭയം ഇല്ലാതാക്കുക. അല്ലെങ്കിൽ നാളെ അവരുടെ മനസ്സിൽ ഭയം കയറി കഴിഞ്ഞാൽ ജീവിത സമാധാനമേ കാണത്തില്ല അല്ലേ? അതല്ലേ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം അല്ലേ? നമ്മളെ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങണ്ടേ, പേടി മാറ്റണ്ടേ? അപ്പോൾ നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കുക. നമ്മൾ 5 ദിവസം ഇവിടെ ഉറക്കമുളച്ചിരിക്കാൻ പോവുകയാണ്, രാത്രിയും പകലും. കൂടെ ഇരിക്കാൻ പറ്റൂ രാത്രിയില്ലേ? ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്ന രീതിയിൽ പറ്റുമോ? ആരെങ്കിലും തൻ്റെ ഉണ്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണണം, നേരിട്ട് കാണണം. അവരുടെ ആവശ്യം എന്താന്ന് നമ്മൾ ചോദിച്ചറിയണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേ, അതെന്റെ ആവശ്യമാണ്, ചോദിക്കണം. അപ്പോൾ ഒരു മിടുക്കിയ സ്ത്രീ ആ ദൗത്യത്തിനോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രേതത്തെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും ആവശ്യമാണ്. അങ്ങോട്ട് ആ സ്ത്രീകൾ അവരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നിമിഷം പോലും അവർ ക്യാമറ മുമ്പിലേക്ക് വരുന്നുണ്ട്, ഓടി ഒളിക്കുകയാണ്. അവരെല്ലാം കണ്ടവരാണെങ്കിൽ അത് ആരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ കൊച്ചു പിള്ളേരുടെ എല്ലാം പേടി മാറണം അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരാൻ പറ്റുമല്ലോ. പിന്നെന്താ, തീർച്ചയായും. അപ്പൊ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഈ ഭയം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നമ്മുടെ മനസ്സിൽ ചെറിയൊരു ഭയം കയറിയാൽ തന്നെ നമ്മളിങ്ങനെ വിടാതെ പിന്തുടരും. അത് മാറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഈ സുനാമി ഗ്രാമത്തിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ അത് നിജസ്ഥിതി വെളിവാക്കാൻ വേണ്ടി ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ്. ആ ദൗത്യവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അടുത്ത ഒരു ഗംഭീര സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും